നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ കലൈപുരം ആശ്രയ സങ്കേതത്തിൽ ജനബോധൻ 2024 കലാജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതാണ് സണ്ട. ഒരു നേരവും വീട്ടിക്കാറുണ്ട്. സന്ധ്യപ്പിന് നോക്കാൻ വേണ്ട. ഇത് 10-ാം. ഇപ്പൊ ഇവിടെ കരണ്ട്, അത് 11-ാം. അവിടെ കരണ്ടുണ്ട്. അവിടെ സീരിയൽ ആയിരിക്കും. ഈ സണ്ട എന്റെ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കക്കായി അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് എന്റെ പൊന്നുമോളെ കൊണ്ടുപോയി കഴിക്കുമോ? വല്ലടത്തിൽ പോയി സീരിയൽ കണ്ടിട്ട് വരുന്ന നിനക്ക് മോള് കണ്ടിട്ട് കൊണ്ടുപോയിക്കുന്നു. ആർക്കും തോന്നണ്ട കേട്ടോ. വിപുലമായ പദ്ധതികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോഴത് നമ്മളൊരു ജാഥയായിട്ടാണ് നടത്തുന്നത്. ലഹരി വിരുദ്ധ കലാജാഥ എന്ന നിലയ്ക്കാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ കലാജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ആശ്രയയുടെ വൈസ് പ്രസിഡന്റ് പ്രിയ പട്ടാഴി മുരളീസ് മാസ്റ്ററെ സ്നേഹാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ആശ്രയയുടെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ശ്രീമതി രമണിക്കുട്ടി ടീച്ചർ ഇപ്പോഴേ പ്രാർത്ഥനാ ഗാനം ആലപിക്കും. ഞങ്ങളെ പാലിക്ക തമ്പുരാനെ സർവലോകനാഥ, ഞങ്ങളിൽ സ്നേഹം വിനയം കരുണയും ഞങ്ങളിലെന്നും വളർത്തേണമേ. അൻപിനോടന്നുമേ ഞങ്ങളെ പാലിക്ക തമ്പുരാനെ സർവലോകനാഥ. 1994 ആശ്രയം തുടങ്ങിയത്. 94 മുതൽ ഈ വർഷം വരേക്കും ഒരു വർഷം പോലും മുടക്കം കൂടാതെ മെയ് 31 മുതൽ ജൂൺ 26 വരെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുടക്കം കൂടാതെ നടത്തിയിട്ടുണ്ട്. ഈ വർഷവും അത് കുറേ കൂടി ശക്തവും വ്യാപകമായി നടത്തുന്നു. 2022 ഈ പരിപാടി നമ്മൾ 100 ദിവസം നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത്. അതിലെ പല ഘട്ടങ്ങളിലും ബഹുമാനപ്പെട്ട നമ്മുടെ ബാലഗോപാൽ സാറ് സംബന്ധിച്ചിട്ടുണ്ട്. ആ 100 ദിവസം നീണ്ടുനിന്ന പരിപാടിയെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഈ സ്ഥാപനത്തിൽ വന്ന ആശ്രയ പ്രസ്ഥാനത്തിൽ പ്രത്യേകമായി മെമൻറ്റോ ഉപകാരമായി നൽകിയത് ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നു. മദ്യവും മയക്കുമരുന്നുകളും നമ്മുടെ സമൂഹത്തിന് വിതച്ചുകൊണ്ടിരിക്കുന്ന വിപത്ത് ചെറുതല്ല. കുടുംബങ്ങളുടെ അടിത്തറ തകർക്കുന്ന വിഷവസ്തുവാണ് മദ്യം. നമ്മുടെ യുവാക്കളുടെ തലച്ചോറിനെ തകരാറാക്കുന്നുണ്ട്, ഭ്രാന്തന്മാരാക്കി മാറ്റുന്നുണ്ട്. മയക്കുമരുന്ന്, പുകയിലയുടെ ഉപയോഗം നമ്മുടെ സഹോദരങ്ങളിൽ ശ്വാസകോശ അർബുദം മുതൽ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അത്തരത്തിൽ പുകയിലയായാലും മയക്കുമരുന്നായാലും മദ്യമായാലും നമ്മുടെ നാട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന തിന്മ വളരെ വലുതാണ്. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ ശക്തിപ്പെടുത്തുവാൻ ഗവൺമെൻറ് സാമ്പത്തിക സഹായം തന്നുകൊണ്ട് വിവിധ ഏജൻസികളെ ഇറക്കിക്കൊണ്ട് എക്സൈസ് വകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനകളെ ഇറക്കിക്കൊണ്ട് നമ്മുടെ എല്ലാം പിന്തുണയോടുകൂടി
ഈ മദ്യവർജനത്തെ സംബന്ധിച്ച് പ്രചാരവേല ഒരു ഭാഗത്ത് ശക്തമായി നാം ഏറ്റെടുത്തു നടപ്പാക്കും. ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ഇരിക്കുന്ന ഒരു വേദിയിൽ ഇതിനൊക്കെ തന്നെ നമുക്ക് എന്താണ് ഭാവിയിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തായാലും ഈ നാടകത്തിൽ പരാമർശിക്കുന്ന പോലെ ഒരു കാര്യം, നമ്മുടെ എന്തെല്ലാം ക്ഷേമമാണ് കുടുംബം തകർക്കുന്ന ഈ ലഹരി മദ്യ മാഫിയകളും മദ്യപ്രവർത്തനങ്ങളിലും നമുക്ക് എത്രമാത്രം ഒഴിവാക്കാൻ കഴിയുമോ, വർദ്ധിക്കാൻ കഴിയുമോ അത്രമാത്രം നമ്മുടെ കുടുംബവും നാമും രക്ഷപ്പെടുമെന്നുള്ള സന്ദേശമാണ് ഈ ജാഥ ഉടനീളമുള്ളത്. വളരെ മാതൃകാപരമായ പരിപാടികൾ ശ്രദ്ധേയമായി നടത്താൻ ആശ്രയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലാകെ ആശ്രയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ വലിയ തോതിൽ ഇന്ന് അറിയപ്പെടുന്ന പ്രസ്ഥാനമാണ്. നല്ല തോതിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്, പിന്തുണ വരുന്നുണ്ട്. എല്ലാ തരത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നു. ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്ന പരിപാടി 1 മാസം നീണ്ടിരിക്കുന്ന പരിപാടിയാണ്. ജൂൺ 27 ഇതിൽ ഏകദേശം 1 മാസം നീണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉണ്ടോ ഇല്ല, കൊല്ലത്തും അതില്ല. ഇപ്രാവശ്യം കൊല്ലം ജില്ലയിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇത്രയും ദിവസം എല്ലായിടത്തും പോകുന്നുണ്ട്. കഴിഞ്ഞ വിപുലമായ പരിപാടിയായിരുന്നു. അങ്ങ് പാറശാലയിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ, മഞ്ചേശ്വരം വരെ. മഞ്ചേശ്വരത്താണ് അവസാനിക്കുന്ന സ്ഥലത്ത് എന്തായാലും ചെല്ലുമെന്ന് ഞാൻ ഏറ്റതാണ്. ഇടയ്ക്കൊക്കെ വന്നെങ്കിലും അവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് നിയമസഭയുണ്ട്, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില മീറ്റിംഗ് അങ്ങനെ എത്താൻ പറ്റിയില്ല. വളരെ ആകർഷകമായി എല്ലാ സ്ഥലത്തും എത്തി 100 ദിവസത്തോളം നീണ്ടുന്നൊരു പരിപാടിയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ അവതരിപ്പിച്ച് നിങ്ങൾ കണ്ടു, ഞാനും കണ്ടതാണ്. 12 മിനിറ്റ് നീണ്ടുന്നതാണ്. നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. നന്നായി നിങ്ങൾ ഇവിടെ അതിനകത്ത് അംഗങ്ങളൊക്കെ ലഹരി ഇല്ലാതെ തന്നെ അല്ല എങ്ങനെയാണ് ഒരു മദ്യപാനി പെരുമാറുന്നത്. നമ്മുടെ ടെലിവിഷനിലൊക്കെ അയ്യപ്പൻ ബൈജു എന്നൊരു കഥാപാത്രമുണ്ട്. ഇപ്പം അയ്യപ്പൻ ബൈജുവിൻ്റെ അധികം കാണുന്നില്ല. അതിനേക്കാളും നന്നായി നമ്മുടെ ഇന്നത്തെ മദ്യപാനി ആയിട്ടുള്ള ആളുടെ അഭിനയമുണ്ട്, കൂട്ടുകാരിയുണ്ട്. പഞ്ചായത്ത് മെമ്പറും കൂടെ ഉണ്ട്. പഞ്ചായത്ത് മെമ്പർ പക്ഷേ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഏത് പാർട്ടി ആയാലും ഞാൻ പറയാം, നിങ്ങൾ ആ കഥാപാത്രം പഞ്ചായത്ത് മെമ്പർ എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് പാർട്ടിയിൽപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ആയാലും നാട്ടുകാർ അങ്ങനെ ഒരു മെമ്പറെ അംഗീകരിക്കത്തില്ല. അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാടിന് ചില പ്രത്യേകതകളുണ്ട്. ഇങ്ങനെയുള്ള പബ്ലിക് ലൈഫിൽ ഇത്തരം പ്രസ്ഥാനത്തിലായാലും അങ്ങനെയുള്ള ആളുകളെ സാധാരണഗതി വെക്കില്ല. അപ്പം ഞാൻ പറയുകയായിരുന്നു, പഞ്ചായത്ത് മെമ്പറെ എങ്ങനെയാണോ ഈ സെലക്ട് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. പഞ്ചായത്ത് മെമ്പർമാർ വേണമെങ്കിൽ കുറച്ച് പേർക്ക് മേടിച്ചൊക്കെ കൊടുക്കുമായിരിക്കും, അതിനൊക്കെ സഹായം ചെയ്യുമായിരിക്കും. എന്തായാലും പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ തന്നെയാണ്. വളരെ നന്നായിട്ട് പഞ്ചായത്ത് മെമ്പറും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടമ്മ, പ്രത്യേകിച്ച് നമ്മുടെ ആ മയക്കുമരുന്നിന് ശൃംഖലപ്പെട്ട ചെറുപ്പക്കാരൻ. അപ്പോൾ ഇതെല്ലാം വളരെ നന്നായിട്ടുള്ള ടീമാണ്. നല്ലൊരു സ്കിറ്റ് കണ്ടു. കാര്യങ്ങളെല്ലാം വിശദമായി നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉദ്യമത്തിന് കലയൊരു ആശ്രയിക്ക് എല്ലാവിധ ആശംസ അറിയിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.